അങ്ങനെ നമ്മുടെ അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, എന്നെപ്പോലെ എത്രയോ അനിയനങ്ങൾ, നിങ്ങളെപ്പോലെ എത്രയോ സ്റ്റാൻലി പപ്പടം മക്കൾ അവിടെ കഴിയുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മൾ കൊടുത്തൂടെ പപ്പ, എന്തിനാണ് നമ്മൾ ഭക്ഷണങ്ങളെ വേസ്റ്റാക്കി കളയണം, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിലോ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമായിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും അപ്പുറത്ത് നമ്മുടെ മനു വരുന്നുണ്ട്. മനു വരുന്ന സമയത്ത് നമ്മുടെ ബബിതയും കൃഷ്ണമോളും ഓടി ചെല്ലുന്നുണ്ട് മനുവിൻ്റെ അടുത്തേക്ക്. ആ സമയത്ത് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇപ്പം ആൻറ്റി അങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാവാറുണ്ടോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബബിത പറയണ്ട, അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോലിട്ടിട്ട് കിള്ളി കൊടുക്കും അമ്മ, എന്നിട്ട് അച്ഛൻ്റെ വായിലുള്ളത് മുഴുവനെ കേൾക്കും. ആ ക്ഷീണം മാറാൻ അമ്മയ്ക്ക് ഒരാഴ്ച എടുക്കും, എന്നിട്ട് ഇനി അടുത്ത പ്രശ്നം തുടങ്ങാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനു ചിരിക്കുന്നുണ്ട്. എന്തായാലും മനു നേരെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു ദിവസം ആ ബോംബ് ഇവിടെ പൊട്ടിക്കും, ആ ബോംബ് പൊട്ടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മനു നേരെ ചെല്ലുന്നത് വൈജരെടുത്തേക്കുക. നമ്മുടെ ഇങ്ങനെ ഒരു ജോലിക്കാരത്തിയോളൊക്കെ കുറിച്ചിട്ടൊക്കെ ഓരോന്ന് നമ്മുടെ മനു സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീൻ്റെ പേരും അവിടെ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയണ്ട, ആ നാശം പിടിച്ചവളുടെ വാക്കിനോട് ഇവിടെ മുണ്ടിപ്പോരുത്, അവൾ എൻ്റെ ജീവിതം ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോയി, അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ മനുവിന് ദേഷ്യം വന്നിട്ട് പറയണ്ട, ആൻറ്റിയുടെ പാസ്റ്റ് മറന്ന് സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയണത്, നീ എന്താ ഉദ്ദേശിക്കുന്നത് മനു, നീ എന്തോ നിൻ്റെ മനസ്സിൽ വെച്ച് സംസാരിക്കണ്ടല്ലോ, എന്ത് പാസ്റ്റാണ് എനിക്കുള്ളത് നീ പറയുന്നത് പറയണ്ട്, അത് ആൻറ്റിയുടെ മനസ്സിനോട് ചോദിച്ചാൽ മതി പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും നമ്മുടെ വൈജ മനുവിനോട് ചോദിക്കുന്നുണ്ട്, പറ മനു, എന്താ നിനക്ക് എൻ്റെ പാസ്റ്റിനെ കുറിച്ച് അറിയാം എന്താന്നൊക്കെ പറയണ്ടേ. എന്തായാലും നമ്മുടെ മനു ഒന്നും വിട്ടുകൊടുക്കാതെ സംസാരിക്കാതെ മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. നമ്മുടെ വൈജയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഈ അലീന ഒക്കെ മനുവിനോട് പറഞ്ഞിട്ടാണോ പോയത്, ഈ മനുവിന് എന്നെക്കുറിച്ച് എല്ലാം അറിയുമോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.